കുംഭമേള വൈറൽ പെൺകുട്ടിയെ തേടിയെത്തിയ മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിൽ തുടരുന്നു. പെൺകുട്ടിയെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോവുകയാണ് ലക്ഷ്യം. എന്നാൽ പെൺകുട്ടിയും ഭർത്താവും മറ്റൊരിടത്തേക്ക് മാറിയിട്ടുണ്ട്. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഇവർ കൊച്ചി സിറ്റി പോലീസിനെ സമീപിച്ചിരുന്നു. പ്രായപൂർത്തിയാകാതെ പെൺകുട്ടിയുടെ വിവാഹം നടന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വൈറൽ താരത്തിന്റെ കുടുംബം പരാതി നൽകിയത്. ഇതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. വിവരങ്ങളുമായി ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ആൻമരിയ, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. വലിയ രീതിയിൽ വിവാദമായൊരു വിവാഹമാണ്. അതിൽ ഈ പെൺകുട്ടിയെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഈ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. എന്താണ് ലഭ്യമാകുന്ന വിവരം? തീർച്ചയായിട്ടും വലിയ തരത്തിൽ വൈറലായിട്ടുള്ള ഒരു കല്യാണം തന്നെയായിരുന്നു അത് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം ഇപ്പോൾ മധ്യപ്രദേശ് പോലീസിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് മധ്യപ്രദേശ് പോലീസ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലേക്ക് എത്തുന്നത്. അത് പ്രകാരം, അതായത് ആ FIR പ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത്, അതായത് പ്രായപൂർത്തിയായിട്ടില്ലായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ആ FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് പോലീസ് ഏകദേശം 5 അംഗ സംഘം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഒരു വനിതാ പോലീസും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇവർ കൊച്ചിയിലേക്ക് എത്തുന്നു. കൊച്ചിയിൽ പോലീസിന്റെ സഹായം തേടുന്നു ആദ്യഘട്ടത്തിൽ. അതിനുശേഷം ഈ പെൺകുട്ടി ഉണ്ട് എന്ന് കരുതുന്ന സ്ഥലങ്ങളിലെല്ലാം പോലീസിന്റെ നേതൃത്വത്തിൽ, മധ്യപ്രദേശ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ നടക്കുന്നു. ഈ പരിശോധനകളിലൊന്നും അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. നിലവിൽ നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് പറയുകയാണ് എങ്കിൽ ഇവർ കൊച്ചിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഈ പെൺകുട്ടി തനിക്ക് 18 വയസ്സായിട്ടുണ്ട് എന്നും പോലീസിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മധ്യപ്രദേശത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുമാണ് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ, അതായത് വിവാഹം കഴിച്ചിരിക്കുന്ന ആളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതി ഈ അറസ്റ്റും തടഞ്ഞിട്ടുണ്ട്. 20-ാം തീയതി വരെയാണ് ആ കേസ് പോയിരിക്കുന്നത്. അതിനുശേഷം ഹൈക്കോടതിയുടെ പരിധിയിൽ നിൽക്കുന്ന ഒരു കേസ് ആയതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ കാര്യത്തിലേക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ഹൈക്കോടതി ഈ കേസ് എടുത്തിരുന്നെങ്കിൽ മാത്രമേ കേരള പോലീസിനും അതോടൊപ്പം തന്നെ മധ്യപ്രദേശ് പോലീസിനും ഇവിടെ നിന്നും ഈ യുവാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇനി എന്താണ് മധ്യപ്രദേശ് പോലീസിന്റെ തുടർന്നുള്ള നീക്കം എന്നാണ് വരും നിമിഷങ്ങളിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. അതില്ല. ശരി, ആൻമരിയ സന്നെയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.